അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്നഹുൽ വാളിഹ് അറബിക് ഗ്രാമറിന്റെ 40-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തഖ്സീമുൽ ജംഇ, ബഹുവചനത്തിന്റെ വിഭജനം. അറബി ഭാഷയിലെ ബഹുവചനത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു. യൻഖസിമുൽ ജംഉ സലാസത അഖ്സാമിൻ, ബഹുവചനത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു. ജംഉ തക്സീർ വ ജംഉ മുദക്കർ സാലിം വ ജംഉ മുഅന്നസ് സാലിം. ജംഉ തക്സീർ, ജംഉ മുദക്കർ സാലിം, ജംഉ മുഅന്നസ് സാലിം എന്നിങ്ങനെ. ഫജംഉ തക്സീരി മാ ദല്ല അലാ അക്സറ മിൻ ഇസ്നൈനി ബിതഅയ്യുരി സൂറത്തി മുഫ്രദിഹി. ജംഉ തക്സീർ എന്നാൽ ഏകവചന രൂപത്തിന് മാറ്റം വരുത്തി രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനം. അഥവാ ഒരു മുഫ്രദായ ഒരു പദത്തിന്റെ ഏകവചന രൂപത്തിന് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രണ്ടിലധികം എണ്ണത്തെ ഉപയോഗിക്കുന്ന രൂപമാണ് ജംഉ തക്സീർ. ഏകവചന രൂപത്തിന് മാറ്റം വരുത്തി രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനം. ബഹുവചനം എന്നാൽ രണ്ടിലധികം എണ്ണത്തെയാണ് സൂചിപ്പിക്കുക. ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ജംഉ മുദക്കർ സാലിം, ജംഉ മുദക്കർ സാലിം എന്നാൽ മാ ദല്ല അലാ അക്സറ മിൻ ഇസ്നൈനി ബിസിയാദത്തി വാവിൻ വനൂനിൻ ഔ യാഇൻ വനൂനിൻ ഫി ആഖിരിഹി. ഏകവചന പദത്തിന്റെ അവസാനത്തിൽ വാവും നൂനുമോ അല്ലെങ്കിൽ യാവും നൂനുമോ ചേർത്തിക്കൊണ്ട് രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപമാണ് ജംഉ മുദക്കർ സാലിം. സുരക്ഷിത പുല്ലിംഗ ബഹുവചനം. സുരക്ഷിത പുല്ലിംഗ ബഹുവചനം, സുരക്ഷിത ബഹുവചനം എന്ന് പറയാൻ കാരണം അതിന്റെ ഏകവചന രൂപത്തിന് മാറ്റമൊന്നും വരുത്തുന്നില്ല. എന്നാൽ അതിനുശേഷം ആ ഏകവചന രൂപത്തിന് ശേഷം വാവും നൂന് നാം കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ യാവു നൂന് നാം കൂട്ടിച്ചേർക്കുന്നു. ഇത്തരത്തിലുള്ള ബഹുവചനമാണ് ജംഉ മുദക്കർ സാലിം. ഏകവചന രൂപത്തിന്റെ അവസാനത്തിൽ വാവു നൂന് അല്ലെങ്കിൽ യാഉ നൂന് ചേർത്തിക്കൊണ്ട് രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജംഉ മുദക്കർ സാലിം. മൂന്നാമത്തെ വിഭാഗമായ ജംഉ മുഅന്നസ് സാലിം മാ ദല്ല അലാ അക്സറ മിൻ ഇസ്നതൈനി ബിസിയാദത്തി അലിഫിൻ വതാഇൻ ഫി ആഖിരിഹി. ഏകവചനത്തോട് അലിഫും താവും ചേർത്തിക്കൊണ്ട് രണ്ടിൽ കൂടുതൽ എണ്ണം സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജംഉ മുഅന്നസ് സാലിം, സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം. ഇവിടെയും നാം ഏകവചന രൂപത്തിന് നാം മാറ്റങ്ങൾ വരുത്തുന്നില്ല. എന്നാൽ ഏകവചന രൂപത്തിന്റെ അവസാനത്തിൽ അലിഫിനെയും തായിനെയും നാം അധികമായി ചേർക്കുന്നു. ഇത്തരത്തിൽ ഏകവചനത്തോട് അലിഫും താവും ചേർത്തുകൊണ്ട് രണ്ടിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജംഉ മുഅന്നസ് സാലിം. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ജംഉ തക്സീർ എന്റെ ഉദാഹരണമാണ് ആദ്യമായി നാം പരിചയപ്പെടുന്ന മൂന്നെണ്ണം. ഒന്ന്, ഹളറ റിജാലു, പുരുഷന്മാർ ഹാജരായി. റജുലുൻ എന്നാണ് ഒരു പുരുഷന് പറയുക, റജുലുൻ. ആ റജുലുൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ് റിജാലുൻ. ജിമിന് ശേഷം ഒരു അലിഫ് നാം അധികരിപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ ഉദാഹരണം, ഖറഅത്തുൽ കുത്തുബ, ഞാൻ വായിച്ചു. കിതാബുൻ പുസ്തകം, അതിന്റെ ബഹുവചന രൂപമാണ് കുത്തുബ്. കിതാബിന്റെ ബഹുവചനമാണ് കുത്തുബ്. ആ താക്ക് ശേഷമുള്ള അലിഫിനെ നാം കളഞ്ഞു, ഹർക്കത്തുകളിലും നാം മാറ്റം വരുത്തി, കുത്തുബുൻ. മൂന്നാമത്തെ ഉദാഹരണം, മശൈതു ഫിത്തുർക്കി, മശൈതു ഫിത്തുർക്കി, ഞാൻ റോഡുകളിൽ നടന്നു. ത്വരീഖുൻ, റോഡ്, അതിന്റെ ജമാണ് തുർക്ക്, റോഡുകൾ. ത്വരീഖുൻ, റായിന് ശേഷമുള്ള യായിനെ നാം പൂർണ്ണമായി കളഞ്ഞു, വിവിധ ഹർക്കത്തുകളിൽ നാം മാറ്റം വരുത്തി. തുർക്കുൻ, ത്വരീഖുൻ എന്നുള്ളതിന് നാം തുർക്കുൻ, ത്വരീഖുൻ എന്നതിന്റെ ബഹുവചനമാണ് തുർക്ക്. മശൈതു ഫിത്തുർക്കി, ഞാൻ റോഡുകളിൽ നടന്നു.
റജുല്, കിതാബ്, ത്വരീഖ് ഇവയുടെ ബഹുവചനം റിജാല്, കുത്തുബ്, തുർക്ക് എന്നിങ്ങനെയാണ്. ഏകവചനത്തിന്റെ രൂപത്തിന് മാറ്റം വരുത്തി എന്നാൽ രണ്ടിലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ബഹുവചനമാണ് ജമ്മു തക്സീർ. രണ്ടാം വിഭാഗമായ ജമ്മു മുദക്കർ സാലിം സുരക്ഷിത പുല്ലിംഗ ബഹുവചനം. എന്നാൽ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. 3 ഉദാഹരണങ്ങളുണ്ട്. ഫാസൽ മുജിദ്ദൂന, ഉത്സാഹികൾ വിജയിച്ചു. അക്രംതുൽ ഖാദിമീന, വരുന്നവരെ ഞാൻ ആദരിച്ചു. റളീതു അനിൽ കാത്തിബീൻ, എഴുത്തുകാരന് ഞാൻ തൃപ്തിപ്പെട്ടു. അൽ മുജിദ്ദൂൻ, അൽ മുജിദ് എന്നതിന്റെ ബഹുവചനമാണ് അൽ മുജിദ്ദൂൻ. അൽ ഖാദിം എന്നതിന്റെ ബഹുവചനമാണ് അൽ ഖാദിമീൻ. അൽ കാത്തിബ് എന്നതിന്റെ ബഹുവചനമാണ് അൽ കാത്തിബീൻ. ഫാസൽ മുജിദ്ദൂന, അൽ മുജിദ് എന്ന പദത്തിന് മാറ്റമൊന്നും വരുത്തുന്നില്ല. ഏകവചന രൂപമാണ് അൽ മുജിദ്. അതിന് മാറ്റമൊന്നും വരുത്താതെ അൽ മുജിദ്ദു എന്ന പദത്തെ നിലനിർത്തിക്കൊണ്ട് ശേഷം വാവിനെയും നൂനിനെയും അല്ലെങ്കിൽ യാ നൂന് ഇവ നാം അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ബഹുവചനമാണ് ജമ്മു മുദക്കർ സാലിം. അൽ മുജിദ് എന്നതിനോടുകൂടെ വാവും നൂനും അൽ മുജിദ്ദൂൻ റഫിന്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് വാവും നൂന്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനങ്ങളിൽ വരുമ്പോൾ നസ്ബിന്റെയോ ജറിന്റെയോ സ്ഥാനങ്ങൾ വരുമ്പോൾ യാവും നൂനുമാണ് കൊടുക്കേണ്ടത്. അതാണ് അടുത്ത 2 ഉദാഹരണങ്ങളിൽ. അക്രംതു, ഞാൻ ആദരിച്ചു. അൽ ഖാദിമീൻ, വരുന്നവരെ, ആഗതരെ. അൽ ഖാദിം എന്ന പദത്തിന് ശേഷം യാവും നൂന്. റളീതു അനിൽ കാത്തിബീൻ, എഴുത്തുകാർ. കാത്തിബ്, എഴുത്തുകാരൻ. കാത്തിബ് എന്ന പദത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനുശേഷം നാം യാവും നൂനെ ആഡ് ചെയ്യുന്നു. കാത്തിബീൻ. ഖാദിം എന്ന പദം നിലനിർത്തിക്കൊണ്ട്, എന്ന മുഫ്രദിന്റെ രൂപം നിലനിർത്തിക്കൊണ്ട് യാവും നൂനെയും നാം അധികരിച്ച് ആഡ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ ഏകവചന രൂപത്തെ നിലനിർത്തുന്നത് കൊണ്ടാണ് സാലിം എന്ന് നാം പറയുന്നത്. ജമ്മു മുദക്കർ സാലിം സുരക്ഷിതമാണ് എന്ന ആശയത്തിൽ. ഇത്തരത്തിൽ ഏകവചനത്തിന്റെ അവസാനത്തിൽ വാവും നൂനുമോ യാവും നൂനുമോ, വാവ് നൂന് ചേർക്കുക റഫിന്റെ സ്ഥാനത്ത് വരുമ്പോഴാണ്. യാവും നൂന് ചേർക്കുക നസ്ബിന്റെയും അതുപോലെ തന്നെ ജറിന്റെയും സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ്. അത് നാം വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഏകവചനത്തിന്റെ അവസാനത്തിൽ വാവും നൂനുമോ യാവും നൂനുമോ ചേർത്തിക്കൊണ്ട് 2ൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജമ്മു മുദക്കർ സാലിം. ജമ്മു മുദക്കർ സാലിം. അടുത്ത 3ാം വിഭാഗമായ ജമ്മു മുഅന്നസ് സാലിം. ഫാസത്തിൽ മുജിദ്ദാത്തു, ഉത്സാഹികളായ സ്ത്രീകൾ വിജയിച്ചു. അക്രംതുൽ ഖാദിമാത്ത്, ആഗതരായ സ്ത്രീകളെ ഞാൻ ബഹുമാനിച്ചു. വരുന്ന സ്ത്രീകളെ ഞാൻ ബഹുമാനിച്ചു. റളീതു അനിൽ കാത്തിബാത്തി, എഴുത്തുകാരികളെ ഞാൻ തൃപ്തിപ്പെട്ടു. അൽ മുജിദ്ദത്തുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് അൽ മുജിദ്ദാത്ത്. അൽ ഖാദിമത്തുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഖാദിമാത്ത്. അൽ കാത്തിബത്തുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് കാത്തിബാത്ത്. ഇവിടെ ഏകവചന രൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് താവും അലിഫും തായിനെയും ആഡ് ചെയ്തുകൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ടാണ് ജമ്മു മുഅന്നസ് സാലിം സുരക്ഷിത സ്ത്രീലിംഗ ബഹുവചനം എന്ന് വിളിക്കാൻ കാരണം. ഏകവചനത്തോട് അലിഫും താവും ചേർത്തുകൊണ്ട് 2ൽ കൂടുതൽ എണ്ണം സൂചിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ബഹുവചനമാണ് ജമ്മു മുഅന്നസ് സാലിം. ഈ പാഠത്തിൽ നാം പഠിച്ചത് ബഹുവചനത്തിന്റെ 3 രൂപങ്ങളാണ്. ജമ്മു തക്സീർ എന്നാൽ ഏകവചന രൂപത്തിന് മാറ്റം വരുത്തി 2ലധികം എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനം. ജമ്മു മുദക്കർ സാലിം എന്നാൽ ഏകവചനത്തിന്റെ അവസാനത്തിൽ വാവും നൂനുമോ അല്ലെങ്കിൽ യാവും നൂനുമോ ചേർത്തിക്കൊണ്ട് 2ൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനം. ജമ്മു മുഅന്നസ് സാലിം എന്നാൽ ഏകവചനത്തോട് അലിഫും താവും ചേർത്തുകൊണ്ട് 2ൽ കൂടുതൽ എണ്ണം സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് ജമ്മു മുഅന്നസ് സാലിം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അറബി ഭാഷയിലെ മുഴുവൻ ജമ്മുകളും സുമാഇയാണ്, അഥവാ ഒരു പരമ്പരാഗതമായി കേൾവിയിൽ നിന്നും വരുന്ന ജമ്മുകളാണ്. അല്ലാതെ നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ല. ഉദാഹരണമായി റജുലുൻ എന്നതിന്റെ ബഹുവചനം റിജാലുൻ എന്നാണ്. അങ്ങനെ തന്നെ അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കേട്ട് തന്നെ പഠിക്കണം. കിതാബുൻ എന്നതിന്റെ ബഹുവചനം കിതാബൂൻ കിതാബീൻ എന്നിങ്ങനെ നമുക്ക് തോന്നിയ പോലെ ആക്കാൻ പറ്റുകയില്ല. അത് സുമാഇയാണ്, അഥവാ കേട്ട് പഠിക്കേണ്ട രൂപമാണ് എന്നർത്ഥം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. See me with the next video. مع السلامة. أخوكم الكريم شهيد محسن من قطر.